നാഗയുടെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന്. സമൂഹമാണ് ഇവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരുടെയൊക്കെ അടുത്തെത്തുമ്പോഴാണ് നമ്മൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത്. ഈ സമൂഹം ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ആ വ്യക്തി നെഗറ്റീവായി മാറുന്നു, സ്വാഭാവികമായി മാറുന്നു. പക്ഷെ അവരെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെയായിരുന്നു എന്ന്. ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ തന്നെ എനിക്ക് സ്വയം പേരിട്ട് നാഗസൈരന്ദ്രി ദേവി, ആത്മാനന്ദ ദേവി, അർത്ത് സ്കൈ, പഴയതൊക്കെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയാണ് ഈ സൈരന്ദ്രി എന്നുള്ള പേരോ? അത് അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഇട്ടൊരു പേരാണ് സൈരന്ദ്രി. ആ പേര് ഇട്ടതുപോലെ തന്നെ ആ പേര് മഹാഭാരത കഥയിലെ സൈരന്ദ്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് 5 ഭർത്താക്കന്മാരുണ്ട്. ഓൾറെഡി എനിക്കും ഇതുപോലെ തന്നെ കാമുകന്മാർ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കുന്തിയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും 5-ൽ നിന്നും കുറേ പേര് എനിക്ക് കാമുകന്മാരുണ്ടായിരുന്നു. കുന്തി ദേവിക്ക് കുറേ ഭർത്താക്കന്മാരില്ലേ അല്ലേ? അതുപോലെ എനിക്ക് മനുഷ്യനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് എന്നെ തന്നെയാണ്. പഠിത്തത്തിന്റെ കാര്യം ഒന്നും പറയണ്ട മോനെ. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കഥ എടുത്തൊരു സിനിമാ കഥ തന്നെ അറിയാം. ഞാൻ നേഴ്സറി സ്കൂളിൽ പഠിച്ചു, കുളക്കട കുഞ്ഞു സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 8 മുതൽ അടൂർ സെൻറ് മേരീസിൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പൂവറ്റൂര് അറിയാവോ? പൂവറ്റൂര് 11-ാം തരത്തിലും 12-ാം തരത്തിലും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനിപ്പുറം വെച്ച് 10ാം ക്ലാസ് ഞാനൊന്ന് എഴുതി, രണ്ടാമതും കൂടെ ഞാനൊന്ന് എഴുതി എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, പഠിത്തത്തിൻ്റെ ആ കൂടുതൽ കൊണ്ട്. പിന്നീട് എങ്ങനെയൊക്കെ ആക്കി കൂട്ടി പന്തളം കോളേജിലൊന്ന് കയറിപ്പറ്റി. അപ്പോഴൊന്നും എനിക്ക് പഠിത്തത്തിലെ പുസ്തകങ്ങളിലുള്ള അറിവുകളൊന്നും എൻ്റെ തലയിലോട്ട് കയറുന്നില്ല കണ്ണ. BA പൊളിറ്റിക്സ്. എനിക്ക് മനഃശാസ്ത്രം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടിക്കാലം മുതൽ എനിക്കൊരു ശാസ്ത്രജ്ഞയാകണമെന്നായിരുന്നു ആഗ്രഹം. സിനിമാ നടിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലോകമറിയപ്പെടുന്ന ചിത്രകാരി, ശില്പി, ഒരു ഫാഷൻ ഡിസൈനർ, ഒരു പൊതുപ്രവർത്തകയാകണമെന്ന്, ശില്പിയാകണമെന്ന്, ശാസ്ത്രജ്ഞയാകണമെന്ന്, മനഃശാസ്ത്രജ്ഞയാകണമെന്ന്, പിന്നെ ഒരു ന്യായാധിപ അതായത് ജഡ്ജി ആകണമെന്ന്, വക്കീലാകണമെന്ന്, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം ഞാനിപ്പോൾ നിറവേറ്റിയെന്നല്ല, എല്ലാം മനസ്സിലാക്കിയെടുത്തു. ശാസ്ത്രജ്ഞയാകണമെന്ന് കരുതി. ആ ശാസ്ത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം മനുഷ്യൻ്റെ ഉള്ളിലാണ് ശാസ്ത്രം ഉടലെടുക്കുന്നതെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അതായത് ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നില്ലേ, അതെവിടെ നിന്നാണ്? ഫസ്റ്റ് ജീവിച്ചിരിക്കുന്ന അവരുടെ മനസ്സിൽ നിന്നാണ് ഓരോന്നും കണ്ടെടുക്കുന്നത്. പിന്നീട് അവരത് പ്രവർത്തിച്ചിറങ്ങും. പന്തളം കോളേജിൽ നിൽക്കുവാണ്. അപ്പം അവിടെ പഠിച്ചിട്ട് ആ പഠനത്തിന്റെ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അന്നത്തെ ഒരു പ്രണയമൊക്കെ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു സ്റ്റാർ തന്നെയായിരുന്നു. അന്ന് അവിടെ എനിക്ക് ഒത്തിരി ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലെ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ക്ലാസ്സിലെ ലീഡർ. എനിക്കൊരു ഒന്നും അറിയത്തില്ലെങ്കിലും നല്ല മിടുക്കത്തിയായിരുന്നു. അതുകൊണ്ടല്ല ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്നെ ലീഡറായിട്ടാക്കുക. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ കഥ എഴുതും, കവിത എഴുതും, ഭയങ്കര ആക്റ്റീവായിരുന്നു മോന്. അപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ ലീഡറും ആൺകുട്ടികളുടെ ഇടയിൽ മറ്റൊരാളായിരുന്നു ലീഡർ. അപ്പോൾ ഈ കുട്ടികൾ, ഈ ഫസ്റ്റ് ഇയർ കുട്ടികൾ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇവരൊക്കെ എന്നെ അവരുടെ എല്ലാം ഇടയിൽ ഒരു
ഇങ്ങനെ എന്താ ഇളകിപ്പെരുപ്പം എന്ന് അറിയത്തില്ല, അങ്ങനെ നടന്ന ഒരാളായിരുന്നു. എന്നാൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. കാരണം കൂട്ടുകാർക്കിടയിൽ മാത്രമേ ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമുള്ളൂ. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു അടക്കം ഒതുക്കമുള്ള ഒരു പെണ്ണെ ഭൂലോകത്ത് കിട്ടത്തില്ല. അങ്ങനെയായിരുന്നു നമ്മൾ. അങ്ങനെയല്ലേ, കൂട്ടുകാർക്കിടയിൽ നമ്മൾ എന്ത് കുരുത്തക്കേടും കാണിക്കും, പക്ഷെ വെളിയിലോട്ട് ഭയങ്കര മാന്യന്മാരും മാന്യത്തികളും. ആ സ്വഭാവമായിരുന്നു എൻ്റേത്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്നെ നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ്. കൂട്ടുകാർക്കിടയിൽ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് മതിലൊക്കെ ചാടി വെളിയിലിറങ്ങി ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഏത് കുരുത്തക്കേടും അവിടെ ഞാനുണ്ടായിരുന്നു. അതുപോലെ പക്ഷെ എന്നെ അവിടുത്തെ പ്രധാന അധ്യാപിക, ഹോസ്റ്റലിൻ്റെ പ്രധാന അധ്യാപിക പിടിച്ചു നിർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം പിടിച്ചു നിർത്തി നല്ല വഴക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഒക്കെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കോളേജിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്തോ വിട്ടു. ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പിള്ളേരെല്ലാം സിനിമയ്ക്ക് പോകണമെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. സിനിമയൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓസിന് പോയി കണ്ടിട്ടുണ്ട്. പൈസ ഞാൻ എടുക്കത്തില്ല, അവരെടുക്കുമായിരുന്നു. അവരുടെ കണ്ണിൽ ഞാനേ ഉള്ള ഇത്തിരി ധൈര്യമുള്ള പെൺപിള്ളേരെങ്ങനെ സിനിമ കാണാന്. അവര് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സൈലന്റ് ആയാലും സൈലന്റിനുള്ളിലെ ഒരു എന്താ, നമ്മള് ചിലരുണ്ടല്ലോ അവര് സൈലന്റ് ആയിരിക്കും, പക്ഷെ അവര് ഒരു ധൈര്യശാലികളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം അവർക്ക് തോന്നിയിട്ടുള്ളത് എന്നെ ആയിരിക്കണം എന്ന് ഞാനങ്ങ് പറയുകയാണ്. ഇപ്പൊ ഇതൊക്കെ ചെല്ലുന്നുണ്ടെ ആരെങ്കിലുമൊക്കെ അത് മനസ്സിലാക്കും. അവിടുന്ന് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മീയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിലേക്ക് എത്തുന്നത്? ആൾക്കാർ മോട്ടിവേഷൻ ആ രീതിയിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? മോനെ, ഈ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്കും ഉണ്ട് ആത്മീയത. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, എന്നെ ഒരു ആത്മീയവാദിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഇമേജ് അത് അവരുണ്ടാക്കിയതാണ് കണ്ണ. അല്ല, അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇങ്ങനെ ഒരു മറ്റൊരു പ്രൊഫഷനിലേക്കും പോകാതെ പഠിത്തം ക്ലാസ്സിൽ, അതായത് പുസ്തകത്തിലെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കയറത്തില്ല. പകുതി മുക്കാലും ഞാൻ ക്ലാസ്സിനൊന്നും പോകത്തില്ല. മുഴുവൻ ടൈമും ലൈബ്രറി, പ്രഭാഷണശാലകൾ, അമ്പലം, പള്ളി, അതായത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ പന്തളം, അവിടെ. എനിക്ക് മലയാളത്തിലെ സാഹിത്യകാരെക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്നത് അന്യഭാഷയിൽ ആളുകൾ എഴുതി അവരുടെ ആത്മകഥകൾ വായിക്കാനായിരുന്നു. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആത്മകഥകൾ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞാൻ കോളേജിൽ പോകുന്നത് കോളേജ് ക്ലാസ്സിലേക്കല്ല, നേരെ ലൈബ്രറി. വീണ്ടും പറയുന്നു, കോളേജിൽ പോകുന്നത് കോളേജിൻ്റെ ക്ലാസ്സിൽ ഞാൻ എണ്ണി പറക്കാവുന്ന ഇതിലേ ഇരുന്നിട്ടുള്ളൂ. അഥവാ അതിനകത്തിൽ പോയി ഇരുന്നാൽ തന്നെ ഞാനിരുന്ന് വല്ല ചിത്രം വരപ്പോ എഴുത്തോ കഥയോ കാണും, അത്രയേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം ലൈബ്രറി, പിന്നെ പ്രഭാഷണശാലകൾ, പിന്നെ ഈ ഇത്തരത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ, പിന്നെ ഈ സ്വതന്ത്ര ചിന്തകരെ, യുക്തിവാദ സംഘടനകളെ, നിരീശ്വരവാദം, ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ് ഞാൻ. ഈ കോളേജ് കഴിഞ്ഞിട്ട് അപ്പം നമുക്കൊരു വരുമാനം വേണം, ജോലി വേണം, അങ്ങനെയൊക്കെ തോന്നി ജോലി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു? കോളേജ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അതേ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 5ാം തരത്തിൽ പഠിക്കുന്ന, 5ൽ 4ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത്, എനിക്ക് അന്ന് എത്ര 5 രൂപയോ 10 രൂപയോ മറ്റോ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ അധ്വാനിച്ച കണ്ടമാണ് ഇത്. ഈ കണ്ട ഇത് നമ്മുടെയല്ല, മറ്റൊരാളുടെയാണ്, വിത്തിടത്തിൽ. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. പിന്നെ എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആൾക്ക് എൻ്റെ കുഞ്ഞ് 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 എടുക്കാൻ വയ്യാത്ത ഒരു കല്ലിൽ ഇങ്ങനെ അരച്ച് ചമ്മന്തി അരച്ച് കൊടുത്ത ഒരാളാണ്. അന്ന് മുതലേ ജോലി ചെയ്യുക.
അത് വേദന ഒന്നുമില്ല ജോലി ചെയ്ത്. അപ്പോൾ വേതനം കിട്ടിയത് ഇത് മാത്രമാണ്. ഇത് വേറൊരാളുടെ ചെയ്തതായതുകൊണ്ട് അതിലെനിക്ക് 5 രൂപ കിട്ടി. പിന്നെ അവിടെ നിന്നും കൊയ്ത്ത്, ചവിട്ട്, മെതി, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് കൊട്ടാരക്കര കോടതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ തയ്യൽ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഞാൻ മെഴുകുതിരി ഉൽപ്പാദിപ്പിക്കുക, മെഴുകുതിരി നിർമ്മാണം. പിന്നെ മുളക് പൊടിയൊക്കെ പൊടിച്ചിട്ട് അതിങ്ങനെ ഓരോരുത്തരടുത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നീട് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഈ ചിത്രം വര പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ബാലെ, നൃത്തം, നാടകത്തിൽ ബാലയിൽ പോയി അതിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് കിട്ടുവേ, സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് പേയ്മെൻറ്റ്. പിന്നെ പാട്ടിങ്ങനെ എവിടെയോ പോയപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾക്ക് ഞാനൊരു പാട്ടുകാരിയായിട്ട് തോന്നി. അങ്ങനെയാണ് അവർ കൊണ്ടുപോയത്. പക്ഷേ ആ ചെന്ന ആളുകൾക്കൊന്നും എന്നെ ഇങ്ങോട്ട് തൃപ്തികരപ്പെട്ടില്ല. അതുകൊണ്ട് പാട്ട് അവിടെ വെച്ച് നിർത്തി. 1-2 സ്റ്റേജിലെങ്ങാണ്ട് പോയി. പൈസയൊക്കെ തന്നു, 100 രൂപയും മറ്റോ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഇവിടെ കാശ് 100 രൂപയും മറ്റോ ഒക്കെ എനിക്ക് തരുന്നത്. പക്ഷെ നമ്മളാ കിടന്ന് സ്റ്റേജിൽ കിടന്ന് ഉള്ള ദേഹം മൊത്തം അനക്കിയിട്ട് ഡാൻസ് കളിക്കും. നായികമാരും ഡയലോഗ് പറഞ്ഞ് അങ്ങ് പോവും. പക്ഷെ നമ്മൾ പുറകെ കിടന്ന് ഭയങ്കരമായിട്ട് പണി ചെയ്യുക, ജോലി ചെയ്യുക, ഡാൻസ്. അതിന് നമുക്ക് കിട്ടുന്ന 100 രൂപ എങ്ങാനും ആയിരിക്കും. പിന്നെ വീടുകളിൽ പിന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. വയ്യാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ അവരുടെ മലവും മൂത്രം മുഴുവൻ എടുത്ത് അവരെ വൃത്തിയാക്കി ശുശ്രൂഷിച്ച് ചോറും കറിയൊക്കെ അവർക്ക് കൊടുത്ത് ഗുളികയും മരുന്നും ഒക്കെ കൊടുത്ത്, പിന്നെ ഈ മരുന്ന് എടുത്തു കൊടുക്കുന്ന സ്ഥാപനത്തിൽ പിന്നെ അവരിങ്ങോട്ട് പറയുന്ന നമുക്കൊരു ഉത്തരവാദിത്വം തരുമല്ലോ. ആ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലേക്കായപ്പോൾ എൻ്റെ വരുമാനത്തിന് ഭംഗം വന്നു. ഇപ്പം മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ചെല്ലുന്ന നിൽക്കുമ്പോൾ ഓരോ മരുന്ന് ഓരോ പേരുണ്ട്, ഇംഗ്ലീഷ് പേരായിരിക്കും. ചിലപ്പോൾ മലയാളവും കാണും, ഇംഗ്ലീഷും കാണും. അപ്പോൾ അത് ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി എനിക്കിത് പറ്റാതെ വരുന്നെന്ന്. അപ്പോൾ ഞാൻ തന്നെ പോകാതെയായി. കാരണം മരുന്നൊക്കെ മാറി എടുത്ത് കൊടുത്തിട്ട് രോഗിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് ഉള്ള ഒരാളാണ്. ഒരു സാധനം എടുത്ത് വേറൊരിടത്തേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്ന് തപ്പും, ഞാൻ വെച്ച സാധനം എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ മറ്റൊരു വീട്ടിൽ ചെന്ന് നമ്മൾ ചെയ്യുവായെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് നല്ല വഴക്കും പണിയും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇത്തിരി ഈഗോ ഉള്ള കൂട്ടത്തിലാണ്. എന്നെ വഴക്ക് ആരെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആ പണി അവിടെ വെച്ച് നിർത്തി. ഇത്രയും നമ്മൾ പല 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 മേഖലകളിൽ ജോലി ചെയ്തു. എങ്കിലിപ്പം ഈ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെ ഇന്നും ഒരു വിഷമിക്കുന്ന അങ്ങനെ എന്തെങ്കിലും നിമിഷങ്ങളോ അല്ലെ എന്തെങ്കിലും സന്ദർഭങ്ങളോ ഓർക്കുന്നുണ്ടോ? എന്നെ വിഷമിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വന്നാലും എന്താണെന്ന് അറിയില്ല, ആ വിഷമത്തെ ഞാനൊരു പോസിറ്റീവായിട്ടാക്കി മാറ്റുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. അതായത് എനിക്ക് കരച്ചിൽ വരും. ആ കരച്ചിൽ വരുമ്പോഴേ പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ പോസിറ്റീവായിട്ടാക്കി മാറ്റുക. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നാണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു കുഞ്ഞി എൻ്റെ മുഖം കണ്ട് എനിക്ക് ചിരി വരും. അതോടുകൂടി എൻ്റെ ആ വിഷമാവസ്ഥ അങ്ങ് മാറും. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും കണ്ണിന് കൂടുതൽ ഭംഗി തോന്നിയെന്നു തോന്നുക. കണ്ണുനീരൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ ആ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി ഇങ്ങനെ വരുമ്പോൾ ആ പീലിയിലൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ പറ്റി നല്ല വിടർന്ന കണ്ണുപോലെയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് വിഷമിക്കാൻ തോന്നും മോനെ. പെട്ടെന്ന് എനിക്ക് സൗന്ദര്യബോധം കയറി വരും. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന മുഖമൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത്, ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ചിന്തകളാണ് എന്നെ ഈ വിധത്തിൽ എത്തിച്ചത്. ഇന്ന് ലോകം അറിയപ്പെടുന്ന നാഗസൈരന്ധ്രിയിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തകളാണ്.